ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇവിടെയും അൽഹംദുലില്ലാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ന് പത്തിരിയൊന്നുമല്ല, ഇന്ന് കലക്കി ഒഴിക്കണ അപ്പമാണ് കേട്ടോ. ഇത് ഞാൻ അരിപ്പൊടി എടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം പോലെ കലക്കി എടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതില്ലേ. അപ്പോൾ കലക്കിപ്പാർന്ന അപ്പവും പിന്നെ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കാനാണ് തീരുമാനിച്ച്. പിന്നെ ലാസ്റ്റ് തീരുമാനം മാറി കുറച്ച് കോഴിമുട്ട വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ മുട്ടക്കറിയായി. മുട്ട ഉടച്ചൊഴിച്ചിട്ട് വെക്കുന്ന കറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിലൊക്കെ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി, ഉള്ളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് വേണ്ട എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് കോഴിമുട്ട ഉടച്ചൊഴിക്കുക തന്നെ. അപ്പോൾ തേങ്ങ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കറി കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ തേങ്ങ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ തേങ്ങയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ കറിയൊക്കെ നല്ല കൊഴുപ്പുണ്ടാകും. അപ്പോൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ചൂടാറിയതിന് ശേഷം തണുത്തതിന് ശേഷം ഇതുപോലൊരു വട്ടപാത്രത്തിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ ചൂട്ടോടെ ഇതിലിട്ട് വെക്കുന്നില്ല. അപ്പോൾ തണുത്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ അപ്പമൊക്കെ ഇതിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിന് ലൈക്കിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നന്ദിയുണ്ട്. ഈ അപ്പത്തിനെ കുറിച്ച് കുറേ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എങ്ങനെ ഉണ്ടാവും, നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാവുമെന്ന്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ വെറുതെ അരിപ്പൊടി മാത്രം എടുത്ത് കുറച്ച് ഉപ്പിട്ട് വെള്ളം പോലെ കലക്കി ഒഴിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. എന്ത് കറി ഉണ്ടെങ്കിലും കഴിക്കാം, കറി ഇല്ലെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വിശദമായി പറഞ്ഞത്. അപ്പോഴേക്കും അവിടെ മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കുട്ടികൾ നല്ല വാശിയിലായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു ശരി എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞൊക്കെ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇക്ക വന്നിട്ടാണ് പിന്നെ സമൂസ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചവ്വരി നല്ലപോലെ കഴുകി വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും തരിക്കന്നെയല്ലേ, ഇന്ന് അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് കുറച്ച് ഒരു ഏത്തപ്പഴം, ഒരു 3-4 ഈന്തപ്പഴം കേട്ടോ, അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് കോറപ്പൊടിയാണ് കേട്ടോ, അതായത് റാഗി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അധികം വെള്ളം എടുത്തിട്ട് ഒന്ന് നല്ലപോലെ കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് പകുതി കുറുക്കാവുന്ന സമയത്ത് തന്നെ ഒരു ഏത്തപ്പഴം കട്ട് ചെയ്തതും ഒരു 4-5 ഈന്തപ്പഴം മുറിച്ചതും കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഓവറായിട്ടില്ല, ചെറുതായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം തന്നെ ഞാൻ സമൂസ ഫില്ലിങ് ഇവിടെ റെഡിയാക്കുകയാണ്. അപ്പോൾ മുട്ട പപ്സ് പോലെ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് സമൂസ ഷീറ്റ് മേടിച്ചത് ഇപ്പോഴും കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ 2 സമൂസ ഷീറ്റ് വെച്ചിട്ട് അതിന് നടുക്ക് ഈ മസാലയും മുട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവർ പൊടിയൊന്നും ഇടുന്നില്ല. പിന്നെ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കറിവേപ്പില, മല്ലിയില, തക്കാളി അതൊന്നുമില്ല കേട്ടോ, വെറും ഉള്ളി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറിവേപ്പില, മല്ലിയില അങ്ങനെ പച്ചമുളകൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് അത് കടിക്കുമ്പോൾ ഒരു ഇടങ്ങേറാവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് വിട്ടിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കോഴിമുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പണി തുടങ്ങുകയാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ ഇക്കാൻ്റെ ഒരു ഐഡിയയിൽ എന്തൊക്കെയോ അങ്ങനെ ചെയ്തെടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് വീഡിയോയിലൊക്കെ ഒന്ന് കണ്ടോളൂ. പ്ലസ് ആകൃതിയിൽ 2 ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അതിനുശേഷം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുഴുങ്ങിയ മുട്ട കമഴ്ത്തിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മീതെ കുറച്ചും കൂടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഇക്കയാണ് കേട്ടോ, ഞാനല്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുക്കളയിൽ അതിന് വേറെ കുറേ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചുറ്റും മൈദമാവൊക്കെ ഒട്ടിച്ച് അതായത് മൈദമാവ് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഷീറ്റ് ഇങ്ങനെ മടക്കിയെടുക്കുകയാണ്.
ഇങ്ങനെ മടക്കിയതിന് ശേഷം ബാക്കി 2 ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ വെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടുള്ള പകുതി വരെ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാകും. എന്നിട്ട് അതിങ്ങനെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ ഓരോന്ന് ഇതളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മെനക്കെട് പിടിച്ച പണിയാണ്. പക്ഷേ ഇത് 2 മാത്രമേ അതുപോലെ ചെയ്തുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ സാധാ പോലെ അങ്ങനെ മടക്കിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. ബാക്കി കുറച്ച് മസാലയും കൂടി വന്നപ്പോൾ അത് സമൂസ രൂപത്തിൽ അതും ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഫുള്ളും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വെക്കുമ്പോഴും കുറേശ്ശെ മൈദമാവ് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ലേശം ഒന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊരിച്ച് കഴിച്ചപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. 2 ഷീറ്റാണല്ലോ, പിന്നെ കാണാനും ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 2 തന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ സാധാ മോഡലാക്കിയത്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ നോമ്പ് തുറക്കേണ്ട ടൈമൊക്കെ ആയിക്കഴിഞ്ഞു കേട്ടോ. ഈ സമയം ഞാൻ നേരത്തെ കുറുക്കി വെച്ചിരുന്ന കോറപ്പൊടി ഉണ്ടല്ലോ, കോറയും ഈത്തപ്പഴവും നേന്ത്രപ്പഴവും അതെല്ലാം കൂടി ഇതൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഏലക്കായ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് അതിൻ്റെ മണം അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ റവയൊക്കെ ഇട്ട് തരിയൊക്കെ കാച്ചിയല്ലേ കുടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക. അത് ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ശർക്കര വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതേ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കാച്ചിയെടുത്ത പാലാണ്, അതൊരു 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ചിട്ട് നല്ലപോലെ 5-6 പ്രാവശ്യം കഴുകി വെച്ച ചവ്വരിയാണ് കേട്ടോ, അതും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചവ്വരി നല്ലപോലെ കഴുകുക തന്നെ വേണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് ആ ഡ്രിങ്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കുടിക്കാം, അതല്ലാതെയും കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. പിന്നെ അതാ സമൂസയൊക്കെ അപ്പോഴേക്കും ഒക്കെ മടക്കി കഴിഞ്ഞു. സമൂസയല്ല കേട്ടോ, മുട്ട പപ്സ്. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ എണ്ണയിലിട്ടൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് നോമ്പ് തുറക്കേണ്ട ടൈമൊക്കെ ആയി. ഞങ്ങളത് നോമ്പ് തുറക്കാനൊക്കെ വന്ന് ഇവിടെ താഴെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാസ്സിലായിട്ട് വലിയ ക്ലാസ്സിലായിട്ട് ഇത് ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ കുഞ്ഞ് ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. തരിക്കഞ്ഞി ഉണ്ടാക്കിയാൽ മാത്രം ആരും അധികം കുടിക്കില്ല. അപ്പോൾ അയാൻകുട്ടി നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നോമ്പ് തുറന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികളുള്ള വീട്ടിൽ പിന്നെ അങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ. പിന്നെ ഇന്ന് വാങ്ങിക്കൊണ്ട് വന്ന തണ്ണിമത്തൻ അധികം മധുരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണമുണ്ട്, അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ സമൂസയും മുട്ട പപ്സും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ നോമ്പ് തുറ ഇന്ന് അൽഹംദുലില്ലാ റാഹത്തായി കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.